ഗാന്ധാരി ഒരു ജീവൻരഹിത മാംസപിണ്ഡത്തെ പ്രസവിച്ചപ്പോൾ അവൾ തകർന്നുപോയി. അവളുടെ വർഷങ്ങളായ പ്രാർത്ഥന, തപസ്യ, ശിവഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹം എല്ലാം വെറുതെയായെന്ന് തോന്നി. കൊട്ടാരത്തിൽ ദുഃഖം നിറഞ്ഞിരുന്നു. കാരണം ഗാന്ധാരി തന്റെ മാതൃത്വ പ്രതീക്ഷകളുടെ അവസാനം കരഞ്ഞു. ഈ നിരാശയുടെ നിമിഷത്തിൽ തന്റെ ജ്ഞാനത്തിനും ദിവ്യശക്തികൾക്കും പേരുകേട്ട മഹർഷി വ്യാസൻ ഹസ്തിനാപുരത്തിലെത്തി. ഗാന്ധാരിയുടെ ആഴത്തിലുള്ള ദുഃഖം മനസ്സിലാക്കി വ്യാസൻ സഹായം വാഗ്ദാനം ചെയ്തു. മാംസപിണ്ഡം തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പു നൽകി. തന്റെ ദിവ്യജ്ഞാനത്തോടെ വ്യാസൻ മാംസപിണ്ഡം 100 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു. ഒരു മകൾക്കായി ഒരു അധിക ഭാഗം കൂടി. ഓരോ ഭാഗവും നെയ്യ് നിറച്ച പാത്രത്തിൽ വെച്ച് അവയെ സൂക്ഷ്മമായി മുദ്രവച്ചു. വ്യാസൻ പാത്രങ്ങളെ അനുഗ്രഹിച്ചു. അവ ഒരു നിശ്ചിത കാലയളവിൽ അശാന്തമായി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. If you like this video, please subscribe my channel for more videos.